Hi students, welcome to today's chemistry class alcohol, phenol and ethers. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് physical properties preparation of alcoholമാണ്. Physical properties of alcohol, phenol and ethers. അതുപോലെ ആൽക്കഹോളിന്റെ various methods of preparation. Alcohol എന്ന് പറഞ്ഞാൽ an organic compound ആണ്. An organic compound containing a hydroxyl group attached to an alkyl group. Organic compound ആയ ആൽക്കഹോളിനകത്ത് എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? A non-polar alkane chain ആണ്. A non-polar alkane chainഉം അതുപോലെ a polar hydroxyl ഗ്രൂപ്പും ആണ്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. മീഥൈൽ ആൽക്കഹോളിന് ഒരു എക്സാമ്പിൾ ആണ്. മീഥൈൽ ആൽക്കഹോളിന്റെ ഫോർമുല CH3OH. CH3OH എന്ന് പറയുമ്പോൾ CH3 എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ആ ആൽക്കൈൽ ഗ്രൂപ്പ് നോൺ പോളാർ ആണ്. അതുപോലെ OH എന്ന് പറയുന്നത് പോളാർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഈ ആൽക്കഹോളിന്റെ ജനറൽ ഫോർമുല ആണ് ROH. R എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നമ്മൾ ഈ ആൽക്കഹോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ജനറൽ ഫോർമുല ആണ് ROH. ആൽക്കഹോളിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഒന്നാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ആർ മച്ച് ഹയർ ദാൻ ഹൈഡ്രോകാർബൺ ഓഫ് സിമിലർ മോളിക്കുലർ വെയിറ്റ്. അതായത് പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ആൽക്കഹോൾ മോളിക്യൂള്. ഈ ആൽക്കൈനുമായിട്ട് നമ്മുടെ ആൽക്കഹോളിനെ ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം അവിടെ ആൽക്കഹോളിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതായത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഹൈഡ്രജന്റെ. ആ എക്സ്ട്രാ ബോയിൽ ചെയ്യുമ്പോൾ ആ എക്സ്ട്രാ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ കൂടെ ഡിസോസിയേറ്റ് ചെയ്യിക്കേണ്ട ആവശ്യത ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കുന്നത്. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എഥനോളിന്റെ ഫോർമുല ആണ് C2H5OH. അതിന്റെ ബോയിലിംഗ് പോയിന്റ് +78. അതുപോലെ തന്നെയുള്ള ഒരു കോമ്പൗണ്ട് ആണ് പ്രൊപ്പൈൻ ആൽക്കൈൻ ആണ്. അത് C3H8 ആണ്. C3H8 ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും -42 ആണ് പ്രൊപ്പൈൻ്റെ ബോയിലിംഗ് പോയിന്റ്. -42. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് ഈ ആൽക്കൈനായിട്ടുള്ള പ്രൊപ്പൈനേക്കാൾ വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതായത് ഒരു ആൽക്കഹോൾ അടുത്ത ആൽക്കഹോളുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ആർ മച്ച് ഹയർ ദാൻ ഹൈഡ്രോകാർബൺസ് ഓഫ് സിമിലർ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എഥനോളിന്റെ 46 ആണ് മോളിക്കുലർ വെയിറ്റ്. പ്രൊപ്പൈന് 44 ആണ്. ഏകദേശം അടുത്തടുത്ത് വരുന്നല്ലേ. ഇത് അജഗജാന്തര വ്യത്യാസമാണ് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്. എഥനോളിന് +78 പ്രൊപ്പൈന്റെ -42 ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാരണം. ആൽക്കഹോളിനകത്ത് എന്തുണ്ട്? ആൽക്കൈനെ അപേക്ഷിച്ച് മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ്. വാട്ട് ഈസ് ബോണ്ട്? ബോണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഹൈഡ്രജൻ ബോണ്ട് അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അത് അട്രാക്ട് ചെയ്ത് നിർത്തുന്നു. ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിക്കുന്നതിന് ആവശ്യമായി കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. അതാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നുള്ള അർത്ഥം. ROH has a structure similar to that of water. ROH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽക്കഹോൾ അല്ലെ. ആൽക്കഹോൾ ആണ് ROH. ഈ ROHന്റെ ജനറൽ ഫോർമുല സ്ട്രക്ചർ ആണ് ROH. ഇവിടെ ഓർത്തിരിക്കുക, ഓക്സിജന് ലോൺ പെയർ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. അതുപോലെ വാട്ടറിന്റെ ഇതാണ് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഈ ഒബ്സർവ് ചെയ്യുന്നത്. H2O ആണ്. ആൽക്കഹോൾ ഹാസ് എ സ്ട്രക്ചർ സിമിലർ ടു ദാറ്റ് ഓഫ് വാട്ടർ. ഹൈഡ്രജൻ ബോണ്ട്സ് ഇൻ വാട്ടർ. വെള്ളത്തിനകത്തും എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതുപോലെ ആൽക്കഹോളിനകത്തും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അന്നേരം ഇവിടുത്തെ സിമിലർ സ്ട്രക്ചറാണ് നമ്മുടെ വാട്ടറുമായിട്ട് ആൽക്കഹോളിനുള്ളത്. അവിടെ രണ്ടിടത്തും എന്തുണ്ട്? രണ്ടിടത്തും ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്. വാട്ടറിലും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഇവിടെ H2O ഇതൊരു വാട്ടർ മോളിക്യൂളാ. അടുത്ത H2O ഇവിടെ ഇരിക്കുന്നു. അടുത്ത H2O. അന്നേരം ആദ്യം മുകളിലുള്ള H2O ക്കകത്തെ ഹൈഡ്രജൻ, രണ്ടാമത്തെ വാട്ടർ മോളിക്യൂളിനകത്തെ ഓക്സിജനുമായിട്ട് ഒരു ബോണ്ടിങ്. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്.
ഈ ഹൈഡ്രജന് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് വരുന്നു. ഈ ഓക്സിജന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിജനിൽ എന്തുണ്ട്? ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ, അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെടാതിരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ആ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതിരിക്കുന്ന ഇലക്ട്രോൺസ് കാരണമാണ് ഇവിടെ ഹൈലി ഒരു അട്രാക്ഷൻ ഇവിടെ ഉണ്ടാകുന്നത്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്സിജനിൽ ഉള്ളത് കൊണ്ട് ഹൈഡ്രജന് അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, അടുത്ത രണ്ടാമത്തെ ഇതാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർ എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോളിനും ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണുകയാണ്. ഇവിടെ ഒരു ആൽക്കഹോൾ, ആ ആൽക്കഹോൾ തൊട്ടടുത്ത് കിടക്കുന്ന ആൽക്കഹോളിനകത്തെ ഓക്സിജനുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൽക്കഹോളിന് മൂന്നാമത്തെ ആൽക്കഹോൾ മോളിക്യൂളുമായിട്ട് അട്രാക്ഷൻ, അതായത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ നീല ഡോട്ട് കാണിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടാണ്. അതുപോലെ അങ്ങനെ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബോയിലിംഗ് പോയിന്റ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബോയിലിംഗ് പോയിന്റ്. ഒന്നാമത്തെ ഫാക്ടറാണ് നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എണ്ണത്തിനനുസരിച്ച് ഇവിടെ ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ എഥനോൾ ആണ്. ഈ എഥനോളിനകത്ത് നമുക്കറിയാം ഒരു OH ആണ് ഇതിനകത്തുള്ളത്, CH3CH2OH. അതിന്റെ മോളിക്കുലർ ഇത് പറഞ്ഞിരിക്കുന്നത് 46 ആണ്. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം +78. എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് +78. ഇനി ഈഥൈൻ 1,2 ഡയോൾ. ഈഥൈൻ 1,2 ഡയോളിനകത്ത് 2 OH ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 OH ഗ്രൂപ്പുള്ള ഈഥൈൻ 1,2 ഡയോളിന് +197 ബോയിലിംഗ് പോയിന്റ് കൂടി, കാരണം 2 OH ഗ്രൂപ്പ്. അതുപോലെ പ്രൊപ്പനോളിനകത്ത് ഒരു OH ഗ്രൂപ്പാണ്, അത് +97 ആണ്. ഈ പ്രൊപ്പൈൻ 1,2,3 ട്രയോൾ, അതാണ് നമ്മുടെ ഗ്ലിസറോൾ എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. പ്രൊപ്പൈൻ 1,2,3 ട്രയോൾ, ആ ഗ്ലിസറോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +290 ആണ്. +290. എന്ത് വ്യത്യാസം? പ്രൊപ്പനോളും പ്രൊപ്പൈൻ 1,2,3 ട്രയോളും 97ഉം 290. അതുപോലെ എഥനോളും ഈഥൈൻ 1,2 ഡയോളും തമ്മിൽ 78ഉം 197ഉം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? OH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. OH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഇൻക്രീസസ് വിത്ത് increasing number of OH group present. അതുപോലെ the greater the number of OH group, the more extensive ആയിട്ടുള്ള. നമ്മൾ മനസ്സിലാക്കുകയാണ് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു OH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച്. ഓക്കെ, മെഥനോൾ CH3OH +65, എഥനോൾ +78, പ്രൊപ്പനോൾ +97. മോളിക്കുലർ മാസ് എത്രയാണ്? മെഥനോളിന് 32, എഥനോൾ 46, പ്രൊപ്പനോൾ 60. എന്നിട്ട് ഇതനുസരിച്ച് നമുക്ക് എന്നാ പറയാൻ പറ്റും? ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. സൈസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്നു. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ് ഓഫ് ചെയിൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, വെയിറ്റ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സൈസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതുപോലെ ഇവിടെ വേറൊരു കാര്യം, ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ് ഓഫ് ചെയിൻ. ഇപ്പൊ നമുക്ക് നോക്കാം. CH3CH2CH2OH +118 അതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇനി അതിന് ബ്രാഞ്ചിങ് കൂടിയപ്പോൾ അവിടെ C3CH2OH അത് +108 ആണ്. അർത്ഥം എന്താണ്? ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് അവിടെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. കാരണം ബ്രാഞ്ചിങ് കൂടുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കുറയുന്നു. കുറയുമ്പോൾ അവിടെ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അട്രാക്ഷനൊക്കെ കുറയുന്നതിന്റെ ഫലമായിട്ടാണ് ബോയിലിംഗ് പോയിന്റ് കുറയാൻ കാരണം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ് ഓഫ് ചെയിൻ. മോർ സ്പെറിക്കൽ സ്മോളർ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ മോളിക്യൂൾസ്. അതായത് ബ്രാഞ്ചിങ് കൂടുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കുറയുന്നു. ലെസ് എക്സ്റ്റെൻസീവ് വാണ്ടർവാൾ ഫോഴ്സ്. അന്നേരം അവിടെ വാണ്ടർവാൾ ഫോഴ്സ് കുറയുന്നു. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് അവിടെ വ്യത്യാസം വരുന്നു, കുറയുന്നു.
We already saw that the boiling point of alkane increases with the increasing chain length. The same is true for alcohol. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽക്കൈൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ചെയിൻ ലെന്ത്. ഇൻക്രീസിംഗ് ചെയിൻ ലെന്ത് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കൈൻസ് കൂടുന്നു. ഇത് ആൽക്കഹോളിനും സംബന്ധിച്ചും കറക്റ്റ് ആണ്. Alcohols with more than one hydroxyl group have higher boiling point than monohydroxyl alcohol. നമ്മൾ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് പഠിച്ചത്. ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതുപോലെ ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. സൈസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പം മനസ്സിലാക്കി അല്ലേ. ഇനി അടുത്താണ് സോലുബിലിറ്റി. വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് സോലുബിലിറ്റി? സോലുബിലിറ്റി നമുക്കറിയാം. ആൽക്കഹോള്, ഈഥൈൽ ആൽക്കഹോള് അല്ലേ, നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഈഥൈൽ ആൽക്കഹോൾ സ്പിരിറ്റ് ഒക്കെ ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്ത് ഒഴിച്ചാൽ എന്താണ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് വെള്ളം കൂട്ടി അടിക്കുന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരുന്നുണ്ട് ആൽക്കഹോൾ. Solubility. The lower the molecular weight of alcohol, the higher the solubility in water. Molecular weight കുറയുന്നതനുസരിച്ച് ആൽക്കഹോളിന്റെ സോൾബിലിറ്റി കൂടുന്നു. അതായത് മീഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ അതൊക്കെ എന്താണ് സ്മോളർ മോളിക്കുലർ വെയിറ്റ് ഉള്ളതാണ്. The water solubility of alcohol depends on the length of alkyl chain in the alcohol. അതുപോലെ alcohol having chains longer than 4 carbon are not very water soluble. ആൽക്കഹോൾസ് 4 കാർബണിൽ കൂടുതലുള്ളത് അധികം ലയിക്കുന്നില്ല. ആൽക്കഹോൾസ് ഹാവിംഗ് ചെയിൻസ് ലോങ്ങർ ദാൻ 4 കാർബൺസ് ആർ നോട്ട് വെരി വാട്ടർ സോലുബിൾ. 3 to 4 കാർബൺ ഓർ ലെസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ അല്ലേ, ബ്യൂട്ടൈൻ അങ്ങനെയുള്ള ആണ് നമ്മൾ ഇപ്പം മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ അതാണ് 1 to 3 കാർബൺ ഉള്ളത്. ഇനി 3 to 4 കാർബൺ ഓർ ലെസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. അന്നേരം അവയ്ക്കാണ് കൂടുതൽ ചാൻസ് വെള്ളത്തിൽ ലയിക്കാൻ. Solubility of alcohols. Lower alcohols C1 to C3 are completely soluble in water. C1 to C3 എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ. അത് 3 കാർബൺ ആണ് അല്ലെ. മീഥൈൻ 1 കാർബൺ, ഈഥൈൻ 2 കാർബൺ, പ്രൊപ്പൈൻ 3 കാർബൺ. Lower alcohols are completely soluble in water due to their ability to form hydrogen bonds with water. ഇതിനെ പിടിച്ച് വെള്ളത്തിലോട്ടിട്ട് ഒട്ടനെ തന്നെ അത് വെള്ളവുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കും. Energy released by formation of hydrogen bond between alcohol and water is sufficient to overcome the hydrogen bond between water molecule and between alcohol molecules. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. C1 to C3 വരെയുള്ള ആൽക്കഹോൾ പെട്ടെന്ന് തന്നെ വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഏർപ്പെടുന്നു. ഇവിടെ മെഥനോള് C3OH ആണ്. വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നു. Alcohol having chains shorter than 4 carbon are very water soluble. പെട്ടെന്ന് ലയിച്ചു ചേരുന്നു. Methanol is soluble and miscible in water. മെഥനോൾ വെള്ളത്തിൽ ലയിക്കുന്നു, അതുപോലെ മിസിബിളുമാണ്. മിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ലയനം തന്നെ. Alcohol having chains longer than 3 carbon are not very water soluble. അധികം വെള്ളത്തിൽ ലയിക്കുന്നില്ല. 3ൽ കൂടുതൽ കാർബൺ ഉള്ള ആൽക്കഹോൾ അധികം ലയിക്കുന്നില്ല. Butanol is soluble but not miscible in water. സോലിബിൾ ആണ് ബട്ട് നോട്ട് മിസിബിൾ ഇൻ വാട്ടർ. ബ്യൂട്ടനോളില് 4 കാർബൺ ഉണ്ട് അല്ലെ. 4 കാർബൺ ആകുമ്പോൾ ബ്യൂട്ടനോളില് ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്യൂട്ടനോൾ ഈസ് സോലിബിൾ ബട്ട് നോട്ട് മിസിബിൾ ഇൻ വാട്ടർ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നോക്കാം സോലിബിലിറ്റീസ് ഓഫ് ആൽക്കഹോൾസ് ഇൻ വാട്ടർ. സോലിബിലിറ്റീസ് ഓഫ് ആൽക്കഹോൾസ് ഇൻ വാട്ടർ നോക്കുകയാണെങ്കിൽ മെഥനോൾ ഇൻഫിനിറ്റീവ്ലി സോലിബിൾ, പെട്ടെന്ന് തന്നെ ലയിച്ചേരുന്നു. അടുത്തതാണ് എഥനോൾ. 2 കാർബൺ ആണ്. 2 കാർബൺ ഉള്ളത് അതും സോലുബിൾ ആണ്. 3 കാർബൺ ഉള്ളതും സോലുബിൾ ആണ്. ഈ ബ്യൂട്ടനോൾ വരുമ്പോൾ അതിന്റെ സോലുബിലിറ്റി കുറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ലെന്ത് കൂടുന്നതനുസരിച്ച് കാർബണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സോലുബിലിറ്റി കുറയുന്നു. ഏറ്റവും ലാസ്റ്റ് ഡെക്കനോൾ, അത് ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. ഡെക്കനോൾ വരുമ്പോൾ അത് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നില്ല. അന്നേരം നമുക്കിവിടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കാർബൺ നമ്പർ കുറയുന്നതനുസരിച്ച് ആണ് സോലുബിൾ ആകുന്നത്. കാർബണിന്റെ എണ്ണം 3ൽ കൂടുമ്പോൾ അവിടെ സോലുബിലിറ്റി കുറഞ്ഞു വരുന്നു. കമ്പാരിസൺ ബിറ്റ്വീൻ ദ ബോയിലിംഗ് പോയിന്റ്സ് ആൻഡ് സോലുബിലിറ്റി ഓഫ് ആൽക്കൈൻസ് ആൻഡ് ആൽക്കഹോൾസ്. നമുക്കൊരു കമ്പാരിസൺ നടത്താം. ബോയിലിംഗ് പോയിന്റ് ആൻഡ് സോലുബിലിറ്റി ഓഫ് ആൽക്കൈൻസും ആൽക്കഹോളും. ഇവിടെ മെഥനോളിന്റെ ഫോർമുല C3OH.
മെഥനോള് മോളിക്കുലാർ വെയിറ്റ് 32 അടുത്ത ഈതെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കൈൻ ആണ്. ആൽക്കൈൻ്റെ മോളിക്കുലാർ വെയിറ്റ് 30. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് നോക്കാം. ബോയിലിംഗ് പോയിന്റ് മെഥനോളിൻ്റെ 65, ഈതെയിൻ്റെ -89. നമ്മൾ എന്താ പഠിച്ചത്? ആൽക്കഹോളിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാകാൻ കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ആൽക്കൈനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് അതില്ല. ഇനി സോൾബിലിറ്റി ഇൻ വാട്ടറിനകത്ത് തന്നെയാണ്. വാട്ടർ മീഥൈൽ ആൽക്കഹോൾ പെട്ടെന്ന് ലയിച്ചു ചേരുന്നു. എന്നാൽ ആൽക്കൈനായ ഈതെയിൻ ഇൻസോൾബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കുന്നില്ല. അതുപോലെ അടുത്ത മോളിക്കുലാർ വെയിറ്റ് 46 എഥനോള് ബോയിലിംഗ് പോയിന്റ് 78, പ്രൊപ്പൈൻ്റെ 44, ആൽക്കൈനാണ് -42. അന്നേരം എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് പ്രൊപ്പൈനെ അപേക്ഷിച്ച്. പിന്നെ സോലിബിലിറ്റി അത് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു, എന്നാൽ പ്രൊപ്പൈൻ ഇൻസോലിബിൾ ആണ്. അതുപോലെ അടുത്താണ് 1 പ്രൊപ്പനോൾ 60, ബ്യൂട്ടൈൻ 58. 1 പ്രൊപ്പനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 97, എന്നാൽ 58 മോളിക്കുലാർ വെയിറ്റ് ഉള്ള ബ്യൂട്ടൈൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 0, വളരെ കുറവാണ്. ബോയിലിംഗ് പോയിന്റ് കൂടുതൽ 1 പ്രൊപ്പനോളിനാണ്. അതുപോലെ സോലിബിലിറ്റി ഇൻസോലിബിൾ ആണ് ബ്യൂട്ടൈൻ, എന്നാൽ പ്രൊപ്പനോള് ലയിച്ചു ചേരുന്നുണ്ട്. അടുത്താണ് ബ്യൂട്ടനോളും പെൻറ്റൈനും 74ഉം 72ആണ് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ്. ബ്യൂട്ടനോൾ 74, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് 117, 36 പെൻറ്റൈൻ്റെ ബോയിലിംഗ് പോയിന്റ്. അതുപോലെ പെൻറ്റൈൻ വെള്ളത്തിൽ വാട്ടർ ഇൻസോലുബിൾ ആണ്. ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ആൽക്കൈൻ അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഏകദേശം സെയിം ആയിട്ടുള്ള ആൽക്കൈനിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും ആൽക്കഹോളിനെ അപേക്ഷിച്ച്. ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഡ്യൂ ടു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എവിടെയാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്? നമ്മുടെ ആൽക്കഹോളിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ആൽക്കൈനകത്ത് ഇല്ല. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറവ് ആൽക്കൈന്. ഇനി സോലിബിലിറ്റി എങ്ങനെയാണ്? സോലിബിലിറ്റി ആൽക്കഹോള് വെള്ളത്തിൽ ഏകദേശമൊക്കെ ലയിച്ച് ചേരുന്നുണ്ട്, C1 to C3 വരെയുള്ള കാർബൺ ഉള്ള ആൽക്കഹോള്. എന്നാൽ നമ്മുടെ ആൽക്കൈൻസ് ഇൻസോലിബിൾ ആണ് വെള്ളത്തില്. ഇപ്പം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് ഫിനോള്. എന്താണ് ഫിനോളിന്റെ ഫോർമുല? എന്നായാലും OH ഗ്രൂപ്പ് ഉണ്ട് ഫിനോളിനകത്ത്, അല്ലെ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഫിനോള് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടല്ല ഫിനോളിനകത്ത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫിനോളിനകത്ത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അരയിൽ ഗ്രൂപ്പുമായിട്ട്. അരയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്. ഈ ബെൻസീൻ റിങ്ങും OHും കൂടെ വരുന്നതാണ് നമ്മുടെ ഫിനോൾ എന്നുള്ള കാര്യം നമ്മൾ കാണാതെ ഓർത്തിരിക്കണം. Phenols are compounds in which the hydroxyl group is attached to a benzene ring. Phenol is the simplest member of a family of compound in which an OH group is attached directly to a benzene ring. ഇനി ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താ നമുക്കൊന്ന് പഠിക്കാം. ഫിനോള് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരണം. ഫിനോൾ എന്നാൽ എന്താ? ബെൻസീൻ റിംഗ് എന്ന് OH ഗ്രൂപ്പ് വരുന്നതാണ് ഫിനോള്. പ്യുവർ ഫിനോൾ ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. വൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് ഫിനോള്. നിങ്ങൾക്ക് ലാബിലൊക്കെ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് അനാലിസിസ് ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് അനാലിസിസ്, അതിനകത്ത് ഫിനോൾ നിങ്ങൾക്ക് ഉണ്ട്. നമുക്ക് ലാബിൽ അതൊക്കെ കാണാം കേട്ടോ. ഫിനോൾ, പ്യൂർ ഫിനോൾ ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് സ്മെല്ലിംഗ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്. ദി ക്രിസ്റ്റൽ ആർ ഓഫൻ റാദർ വെറ്റ് ആൻഡ് ഡിസോൾഡ്. ഫിനോൾസ് ഹാവ് ദ ഫോർമുല ArOH. ArOH എന്ന് പറഞ്ഞാൽ AR എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ്. AR മസ്റ്റ് ബി അരോമാറ്റിക് റിംഗ്. അരോമാറ്റിക് റിംഗ് ആയ ബെൻസീൻ ആണ്. ജെർമിസൈഡ്, ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ് ആയിട്ടൊക്കെ നമ്മുടെ ബെൻസീൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം എന്താണ്? അതിന്റെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ടല്ലേ. ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണുള്ളത്. ഹൈഡ്രജൻ ബോണ്ട്സ് ക്യാൻ ഫോം between a lone pair on an oxygen on one molecule and the hydrogen on the OH group of one of its neighbors. Intermolecular hydrogen bonding ഉണ്ടാകുന്നുണ്ട്. ഇനി അതുകൊണ്ട് ഹൈ മെൽറ്റിങ്ങും ഹൈ ബോയിലിംഗ് പോയിന്റും ബെൻസീൻ ഉണ്ട്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കോമ്പൗണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോളിബിലിറ്റി ഇൻ വാട്ടർ, വെള്ളത്തിൽ എങ്ങനെയാണെന്ന്. ഫിനോൾ ഈസ് മോഡറേറ്റ്ലി സോളിബിൾ ഇൻ വാട്ടർ. എന്നാൽ നല്ലപോലെ അങ്ങ് സോളിബിൾ ആകത്തില്ല കേട്ടോ. നല്ലപോലെ അങ്ങ് അലിഞ്ഞങ്ങ് ചേരത്തില്ല. എന്നാൽ ഇച്ചിരി ഇങ്ങനെ ഇതായിട്ടിരിക്കും. ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. About 8 gram of phenol will dissolve in 100 gram of water. Phenol is somewhat soluble in water because of its ability to form hydrogen bond with the water. ഏകദേശം ലയിക്കും. കാരണം അതിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ വെള്ളവുമായിട്ട് ഉണ്ടാകുന്നുണ്ട്.
കോമ്പൗണ്ട് ആണ് ഈതർ. ഈതറിന്റെ ഫോർമുല എന്താണ്? ROR. വാട്ട് ഈസ് ആർ? ആൽക്കൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ R ഡാഷ് എന്ന് പറഞ്ഞാൽ അരൈൽ ഗ്രൂപ്പ്, ഏത് വേണേലും ആകാം. ഓക്സിജന്റെ രണ്ട് വശത്തുമായിട്ട് 2 R അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പ് വന്ന് നിൽക്കുന്നു അല്ലെ. ഇവിടെ നമുക്ക് ഇതാണ് ഈതർ എന്ന് പറയുന്നത്. ഈതേഴ്സ് ആർ എ ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ഓക്സിജൻ ആറ്റം കണക്റ്റഡ് ടു 2 ഹൈഡ്രോകാർബൺ ഗ്രൂപ്പ്സ്. 2 ഹൈഡ്രോകാർബൺ ഗ്രൂപ്പ്സുമായിട്ട് ഓക്സിജൻ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഈതേഴ്സ് ഡു നോട്ട് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദംസെൽസ്, സോ ഹാവ് ബോയിലിംഗ് പോയിന്റ് സിമിലർ ടു ഹൈഡ്രോകാർബൺ. ഈതേഴ്സിന്റെ പ്രത്യേകതയുണ്ട്. ഈതേഴ്സ് ഡു നോട്ട് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദംസെൽഫ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അവർ തമ്മിലില്ല. അതുകൊണ്ട് അവരുടെ ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രോകാർബണുമായിട്ട് സിമിലർ ആയിരിക്കും. ശ്രദ്ധിക്കുക, ആൽക്കഹോളിനെ അപേക്ഷിച്ച് ഈതേഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് പരസ്പരം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തുന്നില്ലാത്തതുകൊണ്ട് അവരുടെ ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രോകാർബണിന്റെ ബോയിലിംഗ് പോയിന്റുമായിട്ട് സിമിലർ ആയിരിക്കും. ഈതേഴ്സ് ആർ ഓൺലി സ്ലൈറ്റ്ലി സോൾബിൾ ഇൻ വാട്ടർ ആൻഡ് ആർ ഹൈലി ഫ്ലെയിമബിൾ. കുറച്ചേ ഉള്ളു വെള്ളത്തിൽ ലയിക്കത്തുള്ളൂ. ആൻഡ് ആർ ഹൈലി ഫ്ലെയിമബിൾ. നമുക്ക് ROR ഇതെന്താണ്? ഇതിന്റെ ജനറൽ ഫോർമുല നിങ്ങളുടെ മനസ്സിലോട്ട് ഈതർന്ന് കേൾക്കുമ്പോഴേ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിക്കണം. ജനറൽ ഫോർമുല ROR. An ether is characteristic by an oxygen bonded to 2 alkyl or aryl groups represented by R and R dash. R and R dash എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് ആകാം. The substance can be but do not need to be the same. ഒരുപോലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ ആകാം, അല്ലെങ്കിലും വ്യത്യസ്തങ്ങളും ആകാം. സിമെട്രിക്കലും അൺസിമെട്രിക്കലും നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ഈതേഴ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ miscibility of ethers with water resemble those of alcohol of the same molecular mass. Miscible ആണ്. This is due to the fact that just like alcohol, oxygen of ether can also form hydrogen bond with the water molecule. വെള്ളത്തിലോട്ട് ഈതറിനെ പിടിച്ചിടുമ്പോൾ വെള്ളത്തിനകത്ത് ഈതറിനകത്തെ ഓക്സിജൻ വെള്ളത്തിനകത്തെ ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് മിസിബിലിറ്റി കാണിക്കുന്നത്. ഈതർ രണ്ടായിട്ടുള്ള ഈതറുണ്ട്, സിമെട്രിക്കൽ ഈതറും അൺസിമെട്രിക്കൽ ഈതറും. Symmetrical ether R groups are the same, unsymmetrical ether R groups are different. Solubility, ethers can act as hydrogen bond acceptor. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈതറിനകത്തെ ഓക്സിജൻ H2 വെള്ളത്തിനകത്തോട് ഇടുമ്പോൾ വെള്ളത്തിലെ ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് ആറ്റവുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നു. But they can act as hydrogen bond donors. Less likely to be soluble in water than the alcohol with the same molecular weight. Alcohol ne abeshichu less soluble in water. The absence of an OH group in an ether also have important consequence for its chemical properties. വ്യത്യാസം വരുന്നു. Absence of OH group. OH എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈതറിനകത്തില്ല, അത് വ്യത്യാസം വരുന്നു. Ethers are essentially inert to chemical reaction. They do not react with the most oxidizing or reducing agents, and they are stable to most acids and bases except of higher temperatures. ഓർത്തിരിക്കുക, ഈതറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. Melting and boiling points. Boiling points and melting points are dictated by intermolecular forces. Compared with the alkane of similar molar mass, on either will have a similar boiling point. Compared to an alcohol of the same molar mass, the ether will have a much lower boiling point. കാരണം ഈതറിനകത്ത് എന്തില്ല? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈതേഴ്സ് തമ്മിലില്ല. അതുകൊണ്ട് ആൽക്കഹോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈതറിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. നമുക്കൊന്ന് പരിശോധിക്കാം. ഏകദേശം മോളിക്കുലർ വെയിറ്റ് ഉള്ള ബ്യൂട്ടൈൻ്റെ മോളിക്കുലർ വെയിറ്റ് 58 ആണ്. ഈതർ മീതോക്സി ഈതൈൻ അതിന്റെ മോളിക്കുലർ വെയിറ്റ് 60 ആണ്. 1 പ്രൊപ്പനോൾ മോളിക്കുലർ വെയിറ്റ് 60. ഈ 3 പേര് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബ്യൂട്ടൈൻ്റെ ബോയിലിംഗ് പോയിന്റ് -0.5 ഡിഗ്രി സെൽഷ്യസ്, എന്നാൽ മീതോക്സി ഈതൈൻ്റെ ബോയിലിംഗ് പോയിന്റ് 7.9 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി നമ്മൾ ആൽക്കഹോളിനായ 1 പ്രൊപ്പനോളിലോട്ട് പോകുമ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു. 1 പ്രൊപ്പനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 97.2 ഡിഗ്രി സെൽഷ്യസ്. കാരണം ആൽക്കഹോളിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, എന്നാൽ നമ്മുടെ ഈതറിനകത്ത് അതില്ല. ഓക്കെ, എന്നാൽ അത് ഏകദേശം നമ്മുടെ ആൽക്കൈനുമായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കുന്നു. The large difference in boiling point of alcohol and ethers is due to the presence of hydrogen bonding in alcohol. ആൽക്കഹോൾ ഈതറിനെയും ഹൈഡ്രോകാർബണിനെയും അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. അതിന് കാരണം എന്താണ്? കാരണം ആൽക്കഹോളിന്റെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്.
ഇനി ഈതേഴ്സിന് വളരെയധികം മെഡിക്കൽ യൂസസ് ഉണ്ട്. ഈതേഴ്സ് ആർ യൂസ്ഡ് ആസ് അനസ്തെറ്റിക്സ്. അതുപോലെ accumulate in the lipid material of nerve cells interfering with the nerve impulse transmission. Today, halogenated ethers are used routinely as general anesthetic, less flammable ആണ്, safer to store and to work with. ഇത് safer ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ആണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ, ഫിനോള്, അതുപോലെ ഈതർ പഠിച്ചല്ലേ. നമുക്ക് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് ഫ്രം ആൽക്കീൻ ഒരു മെത്തേഡ്, പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ അനവധി മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് ആൽക്കീനിൽ നിന്ന് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ആസിഡ് കാറ്റലിസ്റ്റ് ഹൈഡ്രേഷൻ. ആസിഡ് കാറ്റലിസ്റ്റ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള റിയാക്ഷനാണ് ഹൈഡ്രേഷൻ. ആസിഡാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. ആൽക്കീൻ റിയാക്ട് വിത്ത് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് ആസ് കാറ്റലിസ്റ്റ് ടു ഫോം ആൽക്കഹോൾസ്. അതായത് നമ്മൾ പഠിക്കുകയാണ് ആൽക്കീൻ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനകത്തോട്ട് OH ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. OH ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി H2O കൊണ്ടുവരുവാണ്. H2O എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം H പ്ലസും OH മൈനസും ആണ് പറയുന്നത്. H പ്ലസും OH മൈനസും ആസിഡിന്റെ സാന്നിധ്യത്തിലാക്കുമ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ടിനകത്തോട്ട് എൻ്റെ സ്ഥാനത്തോട്ട് നമ്മുടെ H2O വരുവാണ്. H2Oക്കകത്ത് OHും Hും ആണ്. OHും Hും ആയിട്ട് അവർ വരുന്നത്. ഈ OH Hും കൂടെ വരുമ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായി മാറുന്നുണ്ട്. നമുക്ക് OH എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള ആൽക്കഹോൾ ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O ഇൻ പ്രസൻസ് ഓഫ് H പ്ലസ് CH3CHOH CH3 ആയി മാറുന്നു. ഓക്കെ, ഇതാണ് ഫ്രം ആൽക്കീൻ. ഒന്നാമത് പ്രിപ്പറേഷൻ മെത്തേഡാണ് ആൽക്കീൻ. ഇത്രേ ഉള്ളൂ. ആൽക്കീൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടാണ്. ആ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനകത്തോട്ട് H2O ആഡ് ചെയ്യുമ്പോൾ ആ OHും Hും കൂടെ വന്ന് അവിടുത്തെ ആൽക്കീനകത്തോട്ട് വന്ന് അതിൻ്റെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടായി മാറുന്നു. നമുക്കിനി മെക്കാനിസം ഒന്ന് നോക്കാം. മെക്കാനിസം 3 സ്റ്റെപ്പാണ് മെക്കാനിസത്തിൽ. പ്രോട്ടനേഷൻ ഓഫ് ആൽക്കീൻ ടു ഫോം കാർബോകാറ്റയോൺ ബൈ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. ബൈ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. ഇവിടെ H2O പ്ലസ് H പ്ലസ് ഗീസ് H3O+ എന്ന് പറയുന്ന ആദ്യം ഉണ്ടാകുന്നു. ഈ പ്രോട്ടനേഷൻ ഓഫ് ആൽക്കീൻ ടു ഫോം കാർബോകാറ്റയോൺ ബൈ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. എങ്ങനെ H3O+ ഉണ്ടാകുന്നത്? വെള്ളം ഉണ്ടല്ലേ, H2Oക്കകത്തോട്ട് ആസിഡിന്റെ H പ്ലസ് വരുന്നു, അത് H3O+ ആയി മാറുന്നു. ഈ ഡബിൾ ബോണ്ടിനകത്തോട്ട് ആൽക്കീന്റെ ഡബിൾ ബോണ്ടിനകത്തോട്ട് H3O+ വന്നിട്ട് അതിനെ നമ്മൾ ഇവിടെ കാർബോകാറ്റയോൺ ആക്കി മാറ്റുന്നു. പ്ലസ് എന്താ കാർബോകാറ്റയോൺ? പ്ലസ് ചാർജ് ഉള്ള കാർബണിന്റെ ഗ്രൂപ്പിനെയാണ് കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. പ്ലസ് H2O ആയി മാറുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓൺ കാർബോകാറ്റയോൺ. ഈ H2O നേരെ എന്ന് കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓൺ കാർബോകാറ്റയോൺ. വാട്ട് ഈസ് ന്യൂക്ലിയോഫിൽ? ന്യൂക്ലിയോഫിൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആൾ. ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആളാണ് ഇലക്ട്രോൺ. ഇവിടെ എവിടെയാണ് ഇലക്ട്രോൺ വരുന്നത്? H2Oക്കകത്ത് ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ടല്ലേ. ആ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺ വന്ന് പ്ലസ് ചാർജ് ഉള്ള അതാണ് ന്യൂക്ലിയസിനെ പ്ലസ് ചാർജിന്റെ എന്താ പ്ലസ് ന്യൂക്ലിയസിന്റെ ചാർജാ പ്ലസ് അല്ലേ. ആ പ്ലസ് ചാർജ് ഉള്ളതിനെ വന്ന് അട്രാക്ട് ചെയ്ത് അവര് ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അവസാനം സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഡീപ്രോട്ടനേഷൻ ടു ഫോം ആൻ ആൽക്കഹോൾ. ഡീപ്രോട്ടനേഷൻ, അതായത് നമ്മുടെ ഈ കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നതിനകത്ത് നിന്ന് ഡീപ്രോട്ടനേഷൻ നടക്കുന്നു. ഡീപ്രോട്ടനേഷൻ ഓഫ് ടു ഫോം ആൻ ആൽക്കഹോൾ. അന്നേരം ഡീപ്രോട്ടനേഷൻ നടക്കുമ്പോൾ H2O H പ്ലസിനെ വലിച്ചെടുത്ത് H3O+ ആയി മാറുന്നു. നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽക്കഹോൾ കിട്ടുന്നു. അതായത് ഇവിടെ ആൽക്കീൻ ഉപയോഗിച്ച് നമുക്ക് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാം. ആൽക്കീൻ ഉപയോഗിച്ച് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ 3 സ്റ്റെപ്പാണ് നടക്കുന്നത്. ആ 3 സ്റ്റെപ്പിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോട്ടനേഷൻ ഓഫ് ആൽക്കീൻ, രണ്ടാമത്തെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓൺ കാർബോകാറ്റയോൺ, മൂന്നാമത്താണ് ഡീപ്രോട്ടനേഷൻ ടു ഫോം ആൻ ആൽക്കഹോൾ. ഇതൊന്ന് എഴുതി പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ റിയാക്ഷനാണ് ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഡൈബൊറൈൻ BH3 ചോയ്സ് എന്ന ഡൈബൊറൈൻ റിയാക്ട് വിത്ത് ആൽക്കീൻ ടു ഗീവ് ട്രൈ ആൽക്കൈൽ ബൊറൈൻസ് ആസ് അഡീഷൻ പ്രൊഡക്റ്റ്. ഈ ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ വഴി നമുക്ക് ആൽക്കീനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ സാധിക്കും. ഇത്
diborane react with the alkene to give trialkyl boranes as addition product. This is oxidized to alcohol by hydrogen peroxide in the presence of aqueous sodium hydroxide. The addition of borane to the double bond take place in such a manner that the boron atom gets attached to the sp2 carbon carrying greater number of hydrogen atoms. The alcohol so formed look as if it has been formed by the addition of water to the alkene in a way opposite to the Markovnikov rule. In this reaction, alcohol is obtained in excellent yield. ഈ ആൽക്കഹോൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അതായത് ഡൈബോറൈൻ റിയാക്ട് വിത്ത് ആൽക്കീൻ ടു ഗീവ് ആൽക്കഹോൾ. ഇവിടെ ഈ അവിടെ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ഈൽഡ് ആയിരിക്കും. നമുക്ക് കാണാം ഡബിൾ ബോണ്ടുള്ള ആൽക്കീനകത്തോട്ട് ബോറൈൻ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് വന്നു. അവിടെ ഇവര് ബോറൈൻ വന്ന് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് അവര് കോമ്പൗണ്ടായി മാറി. പിന്നെയും ആൽക്കീനുമായിട്ട് കമ്പൈൻ ചെയ്ത് അടുത്ത കോമ്പൗണ്ടായി മാറി. അടുത്ത ഈ കോമ്പൗണ്ടിനകത്തോട്ട് ആൽക്കീൻ പിന്നെയും ആഡ് ചെയ്യുന്നു. ആൽക്കീൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബോറൈൻ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഇത് കോമ്പൗണ്ട് കിട്ടുന്നു. അതിനകത്തോട്ട് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് ആൽക്കഹോൾ കിട്ടുവാണ്. ആൽക്കഹോൾ കിട്ടുന്നു. ആൽക്കഹോൾ പ്ലസ് BOH ത്രൈസ് എന്ന് പറയുന്നു ആൽക്കഹോള് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ ആൽക്കഹോള് ആൽക്കീലിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്സ്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്സ് ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കാർബോണിയൽ കോമ്പൗണ്ട്സ് ആണ് ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ. ഈ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു ദ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ബൈ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു ദ കറസ്പോണ്ടിങ് ആൽക്കഹോൾ. അതായത് ആൽഡിഹൈഡ്സും കീറ്റോൺസും ഓക്സിജനുള്ള ആ ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറുന്നു? ആൽക്കഹോളായി മാറുന്നു. അതുകൊണ്ടാണ് ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്നത്. പിന്നെ കാറ്റലിസ്റ്റ് വേണം. പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ ഒക്കെയാണ് കാറ്റലിസ്റ്റ്. It is also prepared by treating aldehydes and ketones with a sodium borohydride or lithium aluminum hydride. നമുക്കിവിടെ കാർബോണിയൽ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കണം. കാർബോണിയൽ കോമ്പൗണ്ടിൽ സി ഡബിൾ ബോണ്ട് ഓ ഉള്ള ഗ്രൂപ്പാണ്. ആ സി ഡബിൾ ബോണ്ട് ഓയെക്കകത്തോട്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യിച്ച് ഓക്സിജനോട് എച്ച് ചേർക്കണം. ഓക്സിജനോട് എച്ച് ചേർത്തു. ആൽഡിഹൈഡ് ഈൽഡ്സ് പ്രൈമറി ആൽക്കഹോൾസ് whereas ketones give secondary alcohols. ആൽഡിഹൈഡ് തരുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്, എന്നാൽ കീറ്റോൺസ് ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾ. എന്താണ് പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറയുന്നത്? പ്രൈമറി എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതിന് പ്രൈമറി എന്ന് പറയുന്നു. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ് റിയാക്ട് ചെയ്ത് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ. നമുക്കിവിടെ കാണാം ഇത് ഒരു കാർബോണിൽ കോമ്പൗണ്ടായ ആൽഡിഹൈഡ് ആണ്. RCHO പ്ലസ് ഹൈഡ്രജൻ പലേഡിയത്തിന്റെ സാന്നിധ്യത്തിൽ ആകുമ്പോൾ ഇവിടുത്തെ CO ഗ്രൂപ്പിനകത്തോട്ട് എച്ച് വന്ന് RCH2OH ആൽക്കഹോളായി മാറി. ഇപ്പൊ നമ്മളിവിടെ കാണുവാണ് ആൽഡിഹൈഡ് ആൽക്കഹോളായി മാറി. ഇത് എങ്ങനത്തെ ടൈപ്പാന്ന് നോക്കാം. ഇത് പ്രൈമറി ആൽക്കഹോളാണ്. OH ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പ്രൈമറി എന്നിട്ട് നമ്മൾ പഠിക്കുകയാണ് ആൽഡിഹൈഡിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കാം. ആൽഡിഹൈഡിൽ നിന്നുണ്ടാകുന്ന ആൽക്കഹോള് എന്തായിരിക്കും? പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അതുപോലെ ഇതാണ് കീറ്റോൺ. കീറ്റോൺ എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ടോ R' ആണ്. സോഡിയം ബോറോൺ ഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് RCHOH ഉണ്ടാകുന്നു. ഇനി ഇവിടെ ഉണ്ടായിരിക്കുന്ന അതായത് കീറ്റോൺ കാർബോണിൽ കോമ്പൗണ്ട് ആണ് കീറ്റോൺ ആൽക്കഹോളായി മാറുന്നു. കീറ്റോൺ ആൽക്കഹോളായി മാറുമ്പോൾ ഈ ആൽക്കഹോളിനകത്ത് OH അടങ്ങിയിരിക്കുന്ന കാർബൺ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ്. അതുകൊണ്ട് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പേരന്റ് ആരായിരിക്കണം? പേരന്റ് വരേണ്ടത് സാക്ഷാൽ കീറ്റോൺ ആയിരിക്കണം. കീറ്റോൺ. ഓക്കെ. അടുത്താണ് RCOH. RCOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. നമ്മൾ ഈ ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ് ഇതിലെല്ലാം ജനറൽ ഫോർമുല ഓർത്തിരിക്കണം. ഈ ജനറൽ ഫോർമുല ആണ് ആൽഡിഹൈഡ് RCHO, കീറ്റോൺ RCOR, കാർബോക്സിലിക് ആസിഡ് RCOOH എന്നൊക്കെയാണ്. ഇവിടെ നമുക്ക് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിനെയും കാർബോക്സിലിക് ആസിഡിനെയും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് RCH2OH ഉണ്ടായി. ഓക്കെ. ഇനി അടുത്ത മെത്തേഡാണ് ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡിന്റെ അകത്ത് പഠിച്ചായിരുന്നല്ലോ. ആൽക്കൈൽ ഹാലൈഡ് മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ RMgX എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ടാകുന്നില്ലേ? RMgX.
Alcohols are produced by the reaction of Grignard reagent with aldehydes and ketones. The first step of the reaction is the nucleophilic addition of Grignard reagent to the carbonyl group to form an adduct. Hydrolysis of the adduct yield an alcohol. The first step is the nucleophilic addition of Grignard reagent to the carbonyl group. Nucleophilic addition. നടക്കുന്നത് അത് കഴിഞ്ഞൊരു അഡക്റ്റ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ആ അഡക്റ്റിനെ ഹൈഡ്രോളിസിസ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ആൽക്കഹോളായി മാറുന്നു. നമുക്കൊന്ന് കാണാം. ഇതാണ് കാർബോണിൽ കോമ്പൗണ്ട്. നമ്മൾ RMgX ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്നാണ് RMgXന്റെ പേര്. അതിന്റെ ജനറൽ ഫോർമുല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഓരോന്നിന്റെയും ജനറൽ ഫോർമുല എന്താണ്? ഈ R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം, X എന്ന് പറഞ്ഞാൽ ഹാലജൻ. ഇനി COയും RMgXും കൂടെ കൂടി ചേരുമ്പോൾ ഇവിടെ നമുക്ക് R എന്ന് കാർബൺ എടുത്തോട്ട് വരുന്നു. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ് നടക്കുന്നത്. ന്യൂക്ലിയോഫിലിക് പ്ലസ് ചാർജുള്ള കാർബൺ എടുത്ത് ചെല്ലുമ്പോൾ അത് ഒരു അഡക്റ്റായി മാറുന്നു. അഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരൊരു കോമ്പൗണ്ട് കോർഡിനേറ്റ് ചെയ്ത് കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു അഡക്റ്റ് ഉണ്ടാകുന്നു. അതിനകത്തോട്ട് വെള്ളം ചേർക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ ഈ H2O OH വന്ന് CRന്റെ OHന്റെ കൂടെ വരുന്നു. അന്നേരം എന്താണ് അർത്ഥം? CrOH എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോളാണ്. പ്ലസ് MgOH X ആയി മാറുന്നു. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ഷൻ. ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബോണിൽ കോമ്പൗണ്ടുമായിട്ട് കൂടിച്ചേർന്ന് നമുക്ക് ആൽക്കഹോളിനെ തരുന്നു. അതുപോലെ തന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോർമാൽഡിഹൈഡ്, ഇത് ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ് ഫോർമാൽഡിഹൈഡ്. HC≡H എന്നാണ് ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല. RMgXുമായിട്ട് ചേരുമ്പോൾ അതൊരു അഡക്റ്റ് ഉണ്ടാകുന്നു. അഡക്റ്റിനകത്തോട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അത് എന്തായി മാറുന്നു? ആൽക്കഹോളായി മാറുന്നു. പ്ലസ് MgOH. അടുത്താണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡാണ് അതിനകത്തോട്ട് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ആൽഡിഹൈഡിന്റെ ഫോർമുല തന്നെയാണ് ജനറൽ ഫോർമുല RC≡OH ആണ്. അതിന് ഹൈഡ്രോളിസിസ് നടത്തുന്നത്. ആദ്യ സ്റ്റെപ്പ് നമ്മൾ ഓർക്കണം, ആൽഡിഹൈഡ് പ്ലസ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്നിട്ട് നമുക്ക് അഡക്റ്റ് ഉണ്ടാകുന്നു. അഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകുന്നു? അവിടെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അവിടെ OH വന്ന് നിൽക്കുന്നു. പ്ലസ് MgOH ആൽക്കഹോൾ ഉണ്ടാകുന്നു. അടുത്താണ് കീറ്റോൺ. കീറ്റോണിനകത്തോട്ട് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ അഡക്റ്റ് ഉണ്ടാകുന്നു. അഡക്റ്റിനകത്തോട്ട് വെള്ളം ചേർക്കുമ്പോൾ അത് ആൽക്കഹോളായി മാറുന്നു. ഓക്കെ, നമ്മളിപ്പം ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ച് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുന്ന വിധമാണ് പഠിച്ചത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബോണിൽ കോമ്പൗണ്ട് ആയിട്ടുള്ള ഫോർമാൽഡിഹൈഡ്, അതുപോലെ ആൽഡിഹൈഡ്, കീറ്റോൺ ഇവയിലൊക്കെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് നമുക്ക് ആൽക്കഹോളിനെ നിർമ്മിക്കാൻ സാധിക്കും വെള്ളത്തിന്റെ സഹായത്തോടുകൂടി. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പല വിധത്തിലുള്ള റിയാക്ഷൻ പഠിച്ചത്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ പല മെത്തേഡ്സ് പഠിച്ചു. അതൊക്കെ നല്ലപോലെ ഒന്ന് NCERT ടെക്സ്റ്റ് വെച്ച് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.